പെട്ടെന്ന് തന്നെ നമുക്കൊരു പുളിയിഞ്ചി തയ്യാറാക്കിയാലോ. അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഇഞ്ചി 250 ഗ്രാം എടുത്തിട്ടുണ്ട്, പിന്നെ നമ്മുടെ വെള്ളം, ശർക്കര, പുളി, വറ്റൽമുളക്, പച്ചമുളക്, പിന്നെ ഉലുവ പൊടിച്ചതാണ്, വെളുത്തുള്ളി, കറിവേപ്പില. അതിനുശേഷം പുളി നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു പാൻ എടുത്തിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ഇട്ട് നമ്മൾ വഴറ്റണം. എല്ലാം ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ആക്കി വെച്ച പുളിവെള്ളം എടുത്ത് ഒഴിക്കുകയാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ശർക്കരയും ചേർക്കാവുന്നതാണ്. അവരവർക്ക് ആവശ്യമായിട്ടുള്ള മധുരവും പുളിയും നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നന്നായിട്ട് കുറുക്കിയെടുക്കേണ്ടത്. നമ്മൾ ഉണ്ടാക്കിയെടുത്ത ക്വാണ്ടിറ്റിൻ്റെ പകുതിയാവും കുറുക്കിയെടുക്കുമ്പോൾ. അതിനുശേഷം എണ്ണ ഒഴിച്ച് അതിൽ കടുകും ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലും ഇട്ട് താളിച്ച് അത് നമ്മുടെ പുളിയിഞ്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ചോറുണ്ണാൻ ആർക്കും കറിയില്ല എന്നുള്ളൊരു പരാതി വേണ്ട. ഇത് കൂട്ടി നമുക്ക് ഒരു കലം ചോറ് വരെ ഉണ്ണാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.